പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ അറിയാം, നമ്മൾ ഏതൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടോ ആ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്ന പരസ്യങ്ങൾ വാട്സപ്പിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം വാട്സപ്പിൽ ഇപ്പോൾ പഴയ പോലെ ഫ്രീ അല്ല. വാട്സപ്പിൽ നമ്മൾ പരസ്യങ്ങൾ കാണുന്നുണ്ട്. പരസ്യങ്ങൾ നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള മെറ്റയുടെ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും അതുവഴി വരുന്ന പരസ്യങ്ങളെല്ലാം നമുക്ക് വാട്സപ്പിലും വരാറുണ്ട്. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ മറ്റല്ലെങ്കിൽ നമുക്ക് മെസ്സേജായിട്ടോ മെയിലായിട്ടോ ഒക്കെ നമുക്ക് പരസ്യങ്ങൾ വരാറുണ്ട്. എന്നാൽ വാട്സപ്പ് അതിന് ഇനിയൊരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പരസ്യങ്ങളൊക്കെ തടയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നമുക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയോ അല്ലെങ്കിൽ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എല്ലാവർക്കും വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ വാട്സപ്പ് എടുത്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ഈ 3 ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ആകുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇതുപോലെ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ആളുകൾക്ക്, ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് എടുക്കേണ്ട ഒരു അക്കൗണ്ടാണ്. ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അതും ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. നമുക്കിപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അക്കൗണ്ടിൽ നിങ്ങൾക്ക് ആഡ് പ്രിഫറൻസ് ഇൻ അക്കൗണ്ട് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ, നമ്മുടെ ഫോണിൽ എന്ന് പറഞ്ഞാൽ വാട്സപ്പിലോട്ട് ഇൻസ്റ്റാ വഴിയും അത് ഫേസ്ബുക്ക് വഴിയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന പരസ്യങ്ങൾ ഇത് കണ്ടോ. നമ്മളിപ്പോൾ ഇപ്പോൾ പോളിസി ബസാർ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിലോട്ട് എത്രയധികം വന്നിട്ടുണ്ടെന്ന് സീ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് കമ്പനികളുടെ പരസ്യം നമ്മുടെ ഫോണിലോട്ട് വാട്സപ്പ് വഴി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് സാധിക്കും. ഇവിടെ തെമുവിൻ്റെയും അതുപോലെ ഇതൊക്കെ തലവേദന പിടിച്ച ഒരുപാട് പരസ്യങ്ങളാണ് നമ്മുടെ ഫോണിലോട്ട് ഇതുപോലെ വരുന്നത്. നമ്മളിവിടെ മാനേജ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഒരു കസ്റ്റമേഴ്സ് ആഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സുകൾ മുഴുവൻ കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് മാനേജ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും രണ്ടാമതൊരു ഓപ്ഷൻ അഡ്വൈസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ അഡ്വൈസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. എന്തിൻ്റെയൊക്കെയാണോ അഡ്വൈസ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആഡ്സ് ഇൻ അതർ ആപ്പ്, അതായത് അതറായിട്ടുള്ള ഏതെങ്കിലും ആപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ആഡ്സുകൾ മെറ്റ വഴിയൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഡോണ്ട് അലോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് മറ്റുള്ള ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് വരാതെ തടയാനായിട്ട് സാധിക്കും. ഈ ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾ ആഡ് അബൌട്ട് മെറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഡോണ്ട് എന്ന് കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് സോഷ്യൽ മീഡിയ വഴി വരുന്ന പരസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വഴി വരുന്ന പരസ്യങ്ങളാണ്. നിങ്ങൾക്കിത് ഓൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതിൽ നിന്നൊക്കെയാണെന്നുള്ളത്. ഞാനിവിടെ എടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാം ഇത് ഓൾറെഡി ഈ ഒരു പരസ്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മെറ്റ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ എന്നെല്ലാം വരുന്ന പരസ്യങ്ങൾ വീണ്ടും നമുക്ക് നമ്മുടെ ഫോണിലോട്ട് വരും. സുഹൃത്തുക്കളെ, ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊണ്ട് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. പരസ്യം കൊണ്ട് കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.